തിരുപ്പിറവിയോടനുബന്ധിച്ച് ഇത്തവണ ഒരു പുതിയ നാടകം വരുന്ന വിശ്വാസികളെ നിങ്ങൾ കാത്തിരിക്കും. നാടകത്തിന്റെ പേര് ജനുവരി സിനഡ് മാർപ്പാപ്പയുടെ ഒരു ബോഡി ലാംഗ്വേജ്. നടന്ന ചില സംഭവങ്ങളുമായി ഈ നാടകത്തിന്റെ പേരിൽ ചില സാമ്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സംവിധാനം മാർ തട്ടിൽ, മാർ പാമ്പ്ലാനി സംയുക്തമായിട്ടാണ്. അവതരണമോ അതേ കഥാപാത്രങ്ങൾ തന്നെയാണ് മാർ തട്ടിലും മാർ പാമ്പ്ലാനി. റോമിൽ നിന്നും ഇരു അച്ഛന്മാരും ഇങ്ങെത്തുന്നതിന് മുമ്പ് മീഡിയ കമ്മീഷൻ ഇറക്കിയ ഒരു വത്തിക്കാൻ സന്ദർശന സർക്കുലറിൽ അവതരിപ്പിച്ച അതേ തന്ത്രം വരുന്ന സിനഡിൽ മാർ തട്ടിലും മാർ പാമ്പ്ലാനിയും ചേർന്ന് ആടി തകർത്ത് അവതരിപ്പിക്കും. ആ നാടകം സിനഡിൽ അരങ്ങേറുക ഇങ്ങനെയാകും. മാർപ്പാപ്പയെ എറണാകുളത്തെ ഇപ്പോഴുള്ള സമാധാന ശ്രമങ്ങളെ പറ്റി അറിയിച്ചെന്നും എല്ലാം ശ്രദ്ധയോടെ കേട്ടിട്ട് ആ സമാധാന ശ്രമങ്ങൾ എല്ലാ വൈദികരും അൽമായരും എല്ലാ സിനഡ് മെത്രന്മാരും സർവാത്മന സ്വീകരിക്കുകയും അതിനോട് സഹകരിക്കുകയും വേണമെന്ന് മാർപ്പാപ്പ അഭിപ്രായപ്പെട്ടെന്നും ഈ ഇരു നാടക വേഷധാരികളും കഥാപാത്രങ്ങളും സിനഡിൽ തട്ടിവിടും. ഇവരെന്താണ് മാർപ്പാപ്പയോട് പറഞ്ഞതെന്നോ യഥാർത്ഥത്തിൽ എന്തായിരുന്നോ മാർപ്പാപ്പയുടെ ആ രൂക്ഷമായ പ്രതികരണമെന്നോ അവർ പറയുന്നത് വിശ്വസിക്കുകയല്ലാതെ ആർക്കും അത് ക്രോസ് ചെക്ക് ചെയ്യാൻ മറ്റൊരു മാർഗവുമില്ല. ഇവരിതാ അംഗമിങ്ങം തൊടാതെ എറണാകുളം വിഷയം വല്ലതും പറഞ്ഞു കാണും. അതിനോട് സ്വാഭാവികമായി മാർപ്പാപ്പ ഒന്നോ രണ്ടോ വാക്കുകൾ കൊണ്ട് പ്രതികരിച്ചു കാണും. ഓക്കെ എന്നോ കണ്ടിന്യൂ യുവർ എഫേർട്സ് എന്നോ പറ്റും. കാരണം ചർച്ച അവസാനിപ്പിക്കണമല്ലോ. ഈ സാഹചര്യം മനസ്സിലാക്കി ഈ ഇരുവരും മേജറും മൈനറും അവരുടെ ഇപ്പോഴുള്ള വിമത ഇല്ലിസിറ്റ് സമവായം ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ, അവർക്ക് നാണക്കേട് ഉണ്ടാകാതിരിക്കാൻ മേൽപ്പറഞ്ഞ ആ തന്ത്രം മാർപ്പാപ്പയുടെ ബോഡി ലാംഗ്വേജ് അത് സിനഡിൽ അവതരിപ്പിച്ചിരിക്കും. ഇതുവഴി സിനഡിൽ എറണാകുളം വിഷയം ഒരു ചർച്ചാ വിഷയമാകാതെ മാർ തട്ടിലും മാർ പാമ്പ്ലാനിയും മറ്റും സിനഡിനോട് മെത്രാന്മാരെ ഊളയാക്കി മാറ്റും. ഇത് പണ്ട് മാർ കരിയലും മോൺസിഞ്ഞോർ നരിക്കുലവും ചേർന്ന് അവതരിപ്പിച്ചൊരു പഴയ വത്തിക്കാൻ നാടകമുണ്ട്. അതിന്റെ തനി ആവർത്തനം തന്നെയാണ്. അവരാദ്യം പറഞ്ഞ മാർപ്പാപ്പ എറണാകുളത്തിനായി ജനാഭിമുഖം തുടരുന്നോളാൻ സമ്മതിച്ചെന്ന്. പിന്നീട് ഡിക്കസ്ട്രിയെ നിഷേധിച്ചപ്പോൾ മാർപ്പാപ്പയുടെ ബോഡി ലാംഗ്വേജിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു, സിനഡിനോട് ഞങ്ങൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പൊട്ടം കളിച്ചു. അതൊക്കെ വിശ്വാസികളും സഭയും ഒക്കെ ഏറെ കണ്ടതാണ്. ഇത്തവണയും ജനുവരി സിനഡും മാർപ്പാപ്പയുടെ ബോഡി ലാംഗ്വേജും ആ നാടകത്തിലും അതുപോലെയൊക്കെ തന്നെ നടക്കും. ആയതിനാൽ വാക്കാൽ മാർപ്പാപ്പ പറഞ്ഞു എന്ന് മാർ തട്ടിലും മാർ പാമ്പ്ലാനിയും പറയുന്ന കാര്യങ്ങൾ സിനഡ് ശ്രദ്ധിക്കരുത്, മെത്രാൻമാർ മുഖവിലേക്ക് എടുക്കരുത്. രേഖാമൂലം മാർപ്പാപ്പയുടെയോ ഡിക്കാസ്റ്ററിയുടെയോ ഡോക്യുമെന്റ്സ് കാണിക്കാതെ, ആധികാരികമായ രേഖ ഉണ്ടാകാതെ പരിഗണിക്കരുത്, അല്ലാതെ പരിഗണിക്കരുത്. ആർക്കെങ്കിലും സിനഡ് മെത്രാന്മാരെ ഈ കാര്യങ്ങൾ പറഞ്ഞു ധരിപ്പിക്കാൻ സാധിക്കുന്നെങ്കിൽ അതില്ലെങ്കിൽ വീണ്ടും ജനുവരി സിനഡിന് ശേഷമുള്ള അടുത്ത സിനഡ് 6 മാസം കഴിഞ്ഞുള്ള ജൂലൈ സിനഡ് വരെ വീണ്ടും ഈ സമവായ സിദ്ധാന്തവും വരട്ട് തത്വശാസ്ത്രവും ന്യായവും ഒക്കെ പറഞ്ഞ കളികൾ തുടരും. ഏകീകൃത കുർബാനയ്ക്കായി അക്ഷരം പരിശ്രമിക്കുന്ന പാവം വിശ്വാസികൾ വീണ്ടും ഒരു നീണ്ട ജപദീക്ഷയിലേക്ക് മാറുന്ന അവസ്ഥയാവും.